to a finished product. That is known as the manufacturing process. Okay. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടൊരു ഉദാഹരണം പറയാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബോട്ടിൽ ഇനീഷ്യലി ഇതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബില്ലറ്റ് ആയിട്ടായിരിക്കും അവിടെ ഉള്ളത്. ഇങ്ങനെയുള്ള ഈ പ്ലാസ്റ്റിക് ബില്ലറ്റിനെ ഒരു ട്യൂബ് ആക്കി ഒരു ബോട്ടിലായിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി എടുക്കുന്നു. അതൊരു മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കുപ്പികൾ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിന്ന്, അതിന് റോ മെറ്റീരിയൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ. മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ മെക്കാനിക്കൽ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സുകളെ നമുക്ക് മെയിൻലി നാലായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഷേപ്പിംഗ് പ്രോസസ്. ഓക്കെ. ഷേപ്പിംഗ് പ്രോസസ് മീൻസ് ദാറ്റ് ഒരു റോ മെറ്റീരിയലിനെ നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ഷേപ്പിംഗ് പ്രോസസ്. അതിന് മെയിൻലി എക്സാമ്പിൾ കാസ്റ്റിംഗ് ആൻഡ് ഫോമിംഗ് ആർ ദ എക്സാമ്പിൾ ഫോർ ദാറ്റ്. ദെൻ ദ മെഷീനിങ് പ്രോസസ്, സെക്കൻഡ് വൺ ഈസ് ദ മെഷീനിങ് പ്രോസസ്. സോ നമുക്ക് ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ ഡയമീറ്ററിലുള്ള ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കും. ഇതിനെ ഷേപ്പ് ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് മെഷീൻ ചെയ്തെടുക്കുക. ടേണിംഗ് മെഷീൻ, നിങ്ങൾ ലെയ്ത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അതായത് ലെയ്ത്തിൽ ടേൺ ചെയ്ത് നമുക്ക് വേണ്ട ഡിസൈഡ് ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ അതിന്റെ മെഷീനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ആ റിക്വയർഡ് സൈസിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെഷീനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജോയിനിങ് പ്രോസസ്. ജോയിനിങ് പ്രോസസ് ഇപ്പൊ നമുക്ക് ഈ നമ്മുടെ ബസ്സുകളൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസ് അല്ല, നമ്മുടെ പർപ്പസിൽ ഓടുന്ന നമ്മുടെ റൂട്ടിലൊക്കെ ബസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ഈ ബസ്സുകളിൽ ആദ്യമേ വരുമ്പോൾ അതിന്റെ ചേസിസ് മാത്രമേ വരുള്ളൂ, ചേസിസ് വിത്ത് എഞ്ചിൻ മാത്രമേ വരുള്ളൂ. ബാക്കിയുള്ള അതിന്റെ ബോഡിയും കാര്യങ്ങളും എല്ലാം നമ്മൾ രണ്ടാമത് ചെയ്യിക്കുന്നതാണ്. ഓക്കെ. ഈ ബോഡി ചെയ്യിക്കുമ്പോഴത്തേക്കും അതിൽ കുറെ ഷീറ്റുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ച് വേണം അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ജോയിനിങ് പ്രോസസ്. ഓക്കെ. ഇനി ആ ജോയിനിങ് അവിടെ യൂസ് ചെയ്യുന്ന ജോയിനിങ് പ്രോസസ് എന്ന് പറയുന്നത് റിവറ്റിംഗ് ആണ്. മെയിൻലി ബസ്സിൽ ബോഡി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്. ദെൻ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വെൽഡിംഗ് പ്രോസസ്. വെൽഡിംഗ് ഈസ് ഓൾസോ എ ജോയിനിങ് പ്രോസസ്. ഓക്കെ. വെൽഡിംഗ് ഈസ് ഓൾസോ എ ജോയിനിങ് പ്രോസസ്. രണ്ട് മെറ്റാലിക് പ്ലേറ്റുകളെ നമുക്ക് പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടും, അതായത് ബേസ് മെറ്റലിന്റെ അതേ സ്വഭാവത്തോടു കൂടി നമുക്ക് ജോയിന്റിനെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് പിന്നെ പറയുകയാണെങ്കിൽ റിവറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സോൾഡറിങ് ഉണ്ട്, ദെൻ ബ്രേസിംഗ് ഉണ്ട്. സോൾഡറിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഒരു പക്ഷേ, ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ സോൾഡർ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഓരോ കമ്പോണൻസ് ആയി കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ജോയിനിങ് പ്രോസസ് ആണ് സോൾഡറിങ്. ഇത് മെക്കാനിക്കലിലും ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ പ്രോസസ്സുകളിലും ഇത് ചെയ്യുന്നുണ്ട്. സോ സോൾഡറിങ് പ്രോസസ്സിനെ നമ്മൾ സെമി പെർമനന്റ് ജോയിന്റ് എന്നാണ് സോൾഡറിങ് ജോയിന്റിനെ വിളിക്കുന്നത്. കാരണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ ഡിസറ്റാച്ച് ചെയ്യാം. ഈ ജോയിനിങ് പ്രോസസ്സുകളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ദാറ്റ് ഈസ് പെർമനന്റ് ജോയിനിങ് പ്രോസസ്, ടെമ്പററി ജോയിനിങ് പ്രോസസ് ആൻഡ് സെമി പെർമനന്റ് ജോയിനിങ് പ്രോസസ്. പെർമനന്റ് ജോയിനിങ് പ്രോസസ്സിന്റെ എക്സാമ്പിൾ ആണ് വെൽഡിംഗ്. നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വീണ്ടും തിരിച്ച് ആ ഒറിജിനൽ രണ്ട് പേരന്റ് മെറ്റൽസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ടെമ്പററി ജോയിനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെയാണ് നമ്മൾ പെർമനന്റ് ജോയിൻസ് എന്ന് പറയുന്നത്. ഈ ടെമ്പററി ജോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വീണ്ടും ഡിസറ്റാച്ച് ചെയ്ത് പേരന്റ് മെറ്റൽസ് ആയിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടെമ്പററി ജോയിനിങ് പ്രോസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നട്ട് ആൻഡ് ബോൾട്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ പഴയ പന്തൽ വർക്കല്ല, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ വീട്ടിലൊരു പന്തലിടുകയാണെങ്കിൽ അവിടെ നട്ട് ആൻഡ് ബോൾട്ട് ഉപയോഗിച്ചാണ് പല സ്ട്രക്ചേഴ്സിനെയും നമ്മൾ ജോയിൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് ടെമ്പററി ആണ്. അതിനുശേഷം നമ്മുടെ ഉപയോഗത്തിന് ശേഷം അത് പൊളിച്ചു മാറ്റുന്നു, അത് വേറെടുത്ത് കൊണ്ടുപോയി വീണ്ടും നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ജോയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെമ്പററി ജോയിനിങ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഡിസറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. എന്നാൽ പെർമനന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് അതിനെ ഡിസറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഡിസറ്റാച്ച് ചെയ്യുവാണെങ്കിൽ ആ വെൽഡ് ചെയ്ത മെറ്റലിനെ അല്ലെങ്കിൽ റിവറ്റ് ചെയ്ത മെറ്റലിനെ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. അങ്ങനെ ബ്രേക്ക് ചെയ്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ ഇനീഷ്യലി യൂസ് ചെയ്ത മെറ്റീരിയലിന്റെ അതേ സൈസിലും ഷേപ്പിലും നമുക്ക് ഒരിക്കലും ആ സംഭവം അവിടെ കിട്ടത്തില്ല. ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ. ദെൻ അടുത്തായിട്ട് നിങ്ങളോട് പറയുന്നത് ഗ്രൈൻഡിങ് ആൻഡ് പോളിഷിങ്. ഗ്രൈൻഡിങ് ആൻഡ് പോളിഷിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില മെറ്റീരിയൽസിന് അതിന്റെ വെയർ റെസിസ്റ്റൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്
അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് കണ്ടാമിനൻസ് വന്ന് അതിൽ പറ്റിപ്പിടിച്ച് ഇപ്പം ഇരുമ്പിന്റെ കേസ് ആണെങ്കിൽ അത് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ ഓരോ മെറ്റൽസിനെയും നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് അതായത് ഫൈന്യൂട്ട് സർഫസസ് ആക്കി മാറ്റുന്നു. മൈന്യൂട്ട് സർഫസസ് ആക്കി മാറ്റി കഴിയുമ്പോൾ ഒരു ഫൈൻ മൈന്യൂട്ട് സർഫസ് ആക്കി മാറ്റി കഴിയുമ്പോൾ അവിടെ വരുന്ന എന്താ ഈ വെയർ ആൻഡ് ടയറും അതുപോലെ റെസ്റ്റ് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ നമ്മൾ അതിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്രൈൻഡിങ് ആൻഡ് പോളിഷിംഗ് പ്രോസസ്. പല രീതിയിലുണ്ട്. നമ്മൾ പെയിന്റ് ചെയ്യാറുണ്ട്. പെയിന്റ് ചെയ്യുന്നത് വെച്ചാൽ സർഫസിലുള്ള ഇറഗുലാരിറ്റീസ് എല്ലാം മാറ്റി ഒരു ക്ലീൻ സർഫസ് കീപ്പ് ചെയ്യുകയും മറ്റുള്ള കണ്ടാമിനൻസ് അതിലേക്ക് വന്ന് അടിയാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത്. സോ ജനറൽ ആയിട്ട് ഇതാണ് മാനുഫാക്ചറിങ് പ്രോസസ്സിനെ പറ്റി നിങ്ങൾ പറയാനുള്ളത്. വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ് ദാറ്റ് what is a manufacturing process? A manufacturing involves the process of making a product from its raw materials. Okay, that is manufacturing. It includes various processes by making use of hand tools, machinery, or even components. Listen to this figure. All of you, please listen to this figure. This figure indicates the whole process of manufacturing. The whole process of manufacturing. In manufacturing, is starting from the raw material or the metals. The raw materials, sometimes it will be metal, otherwise it will be an ore. Okay, that will be starting from a metal. And the final one is the finished product and the scrap. The scrap are the waste materials that will be unused, that will be removed during machining process is known as the scrap. Okay, so in this central box, we can see that the various manufacturing process that involves certain techniques. In manufacturing process, certain components are involved or certain commodities are involved that are machinery, man, labor, and tools. These are the various tools or various equipments required for manufacturing process. Various equipments required for the manufacturing process. So this are about our first slide. And second slide, the basic manufacturing process are mainly classified into various classes. Then shaping process, joining process, finishing process. One more thing is there, that is the machining process. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് മാനുഫാക്ചറിങ് പ്രോസസ്സിലുള്ളത്. അതിന്റെ താഴെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞത് അതിനെ പറ്റിയുള്ള ജനറൽ ഔട്ട്ലൈൻ ആയിരുന്നു പറഞ്ഞത്. സോ ദീസ് ആർ ഓൾ ദ ബേസിക് മാനുഫാക്ചറിങ് പ്രോസസ്സസ്. You can just read from the slide. Is it okay? Shall we move to the next slide? Shall we move to the next slide? Shall we move to the next slide? Okay. Then the traditional manufacturing process, that is the process that we discussed in this class, are the casting, forging, sheet metal process, and joining process and forming process. First of all, we are discussing about the casting process. What do you mean by casting process? In casting process, the metals in casting process, in casting process, the metal, sorry, the metals are heated to a fluid state and it is fed to a cavity known as mold, and we can form the entire material into our desired shape. So that process is known as the casting process. Okay, then forging process, by using the hand tools and the heat, we are shaping the materials to our desired shape. So these are all the shaping processes. Then sheet metal process means that we are preparing certain joints by using the sheet metals and used in several applications. Then the joining process that involves the welding, bracing, and riveting. Then the forming process. Forming process is means that the metal is formed to a desired shape. A lot of forming process is there. So the metal forming process, the example for metal forming process are blanking, piercing, etc. Blanking means as creating a blank inside a metal piece. That piercing means that to create a part, a coin part inside that. A lot of manufacturing forming process there. Okay, metals is formed into a desired shape, and that process known as the forming process. For example, one of the example is coining. Coining means that to make the coins by using
some of the forming process that is known as the coining process. So these are all the traditional manufacturing processes. Okay. Then today we are mainly focused on the casting process. Casting എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമുക്ക് ഒരു റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. റോ മെറ്റീരിയൽസ് ഇൻ ഫോംസ് ഓഫ് അതിന്റെ അയിരുകളായിട്ടായിരിക്കും അല്ലെങ്കിൽ ഓർസ് ആയിട്ടായിരിക്കും. അയണിന്റെ കേസാണെങ്കിൽ അയണിന്റെ അയര് ഹേമറ്റേറ്റ് മാഗ്നറ്റേറ്റ് അങ്ങനെയുള്ള അയിര് സ്വഭാവത്തിലായിരിക്കും. ഇങ്ങനെയുള്ള ഐ ഫോമിലുള്ള ഇതിനെ നമ്മളൊരു ഫർണസിൽ ഇട്ട് ചൂടാക്കി ഉരുക്കി ഒരു ഡിസൈഡ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നു. അതായത് ഒരു മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട ഷേപ്പ് ഏതാണോ ആ ഷേപ്പിനെ ബേസ് ചെയ്ത് ഒരു മോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ മോൾഡ് ക്രിയേറ്റ് ചെയ്ത ശേഷം ആ മോൾഡിലേക്ക് ഈ ഉരുകിയിരിക്കുന്ന മെറ്റലിനെ ഒഴിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ചു നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് അതായത് സോൾഡിഫൈ ആകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ സോൾഡിഫൈ ആയി കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഡിസൈഡ് ഷേപ്പ് അവിടെ പ്രൊവൈഡ് ലഭിക്കുന്നതാണ്. സോ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കാസ്റ്റിംഗ് പ്രോസസ്. നമ്മുടെ എഞ്ചിനീയറിംഗ് ടേംസിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് നോക്കാം. അതാണ് ഞാൻ ഈ സ്ലൈഡിൽ എഴുതിയേക്കുന്നത്. Casting is a manufacturing process in which liquefied materials such as molten metal is poured into the cavity of a specially designed mold and allowed to harden or allowed to solidify. After solidification, the workpiece is removed from the mold to undergo for various finishing treatment for the use of the final product. അതായത് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഒരിക്കലും ഒരു നല്ല പ്രോഡക്റ്റ് ആയിരിക്കണമെന്നില്ല. ചിലപ്പം അതിന് പല ഡിഫക്റ്റുകളും ഉണ്ടാകാം. ചിലതിന്റെ ഹാർഡ്നെസ് കൂടുതലാവാം, ചിലത് ഹാർഡ്നെസ് കുറവാകാം, ഡക്റ്റിലിറ്റി കുറവാകാം, മെഷീനിങ് എബിലിറ്റി കുറവാകാം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വേരിയസ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിലേക്ക് പോകുന്നത്. മെയിൻലി പറയുകയാണെങ്കിൽ അനീലിംഗ്, ഹാർഡനിങ്, ടെമ്പറിങ് ഇതെല്ലാമാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്. അങ്ങനെ നമ്മൾ ഓരോ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് വഴി പോകുന്നത് മൂലം നമുക്ക് ഇവിടെയുള്ള ഈ നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റുകളെ നമുക്കൊരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലേക്കായിട്ട് കൺവേർട്ട് ആക്കുന്നു. സോ ഇതാണ് ഒരു കാസ്റ്റിംഗ് പ്രോസസ്സിനെ പറ്റി നമുക്ക് 2 സെന്റൻസിൽ പറയുകയാണെങ്കിൽ ഇത്രയുമാണ് പറയേണ്ടത്. സോ നമുക്ക് ഈ കാസ്റ്റിംഗ് പ്രോസസ്സിലെ വേരിയസ് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. Various steps involved in producing a cast part or casting process. Preparing the mold. Preparing the mold എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ഏത് ഷേപ്പിലുള്ള പ്രൊഡക്റ്റ് ആണോ ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിപ്പയറിംഗ് ദ മോൾഡ് എന്ന് പറയുന്നത്. ദെൻ പ്രിപ്പയറിംഗ് ദ മോൾട്ടൺ മെറ്റൽ. നമുക്കറിയാം മെറ്റൽ എന്ന് പറയുന്നത് മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കില്ല, ഒരു സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇങ്ങനെ സോളിഡ് സ്റ്റേറ്റിലായിട്ടുള്ള മെറ്റലിനെ അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എന്ത് ചെയ്യണം? അതിനെ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് ആക്കണം, അല്ലെങ്കിൽ അതിനെ ഉരുക്കിയെടുക്കണം. അതിനെ ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ വേരിയസ് ഫർണസുകളിലേക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു കാസ്റ്റ് അയൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കുപ്പോളോ ഫർണസ് ആണ്. ആ കുപ്പോളോ ഫർണസിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ ഫയറിംഗ് ആക്ഷൻ, അതിൽ പല ഓപ്പറേഷൻസ് ഉണ്ട്, പല ഓപ്പറേഷൻസ് ഉണ്ട്. ആ ഓപ്പറേഷൻസിന്റെ എല്ലാം ഫലമായിട്ട് ഏറ്റവും കൂടുതൽ ഫൈനലായിട്ട് മോൾട്ടൺ സ്റ്റേറ്റിലുള്ള കാസ്റ്റ് അയൺ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അതിനെയാണ് പ്രിപ്പറേഷൻ ഓഫ് ദ മോൾട്ടൺ മെറ്റൽ എന്ന് പറയുന്നത്. ദെൻ ഇൻട്രൊഡ്യൂസിങ് ഓർ പോറിംഗ് ദ മോൾട്ടൺ മെറ്റൽ ഇൻ ടു ദ മോൾഡ്. അതായത് നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് തന്നിരിക്കുന്ന ഒരു ടൈപ്പ് കൈപിടിയാണ്. ഈ കൈപിടിയുടെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ കൈപിടിയോട് കൂടിയിട്ടുള്ള ഒരു നമ്മൾ ഈ മോൾട്ടൺ മെറ്റൽ എടുക്കുന്നു. ഈ മോൾട്ടൺ മെറ്റലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അല്ലെങ്കിൽ നമ്മൾ തരുന്ന ലാഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ടെമ്പറേച്ചർ നമ്മൾ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ എടുക്കുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെ അങ്ങനെ എടുത്ത ശേഷം നേരെ നമുക്ക് എവിടെയാണോ മോൾഡ് ചെയ്യേണ്ടത് ആ മോൾഡ് ചെയ്യേണ്ട സർഫസിലേക്ക് അല്ലെങ്കിൽ ആ മോൾഡ് ക്യാവിറ്റിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഈ മോൾഡ് ക്യാവിറ്റിയിലേക്ക് നമുക്ക് വെറുതെ ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ഗേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ വീടിന്റെയൊക്കെ മുന്നിൽ ഒരു ഗേറ്റ് ഉണ്ടാവും അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത്? ആർക്കെങ്കിലും ഉള്ളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് വേണം കടന്നു വരാനായിട്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മുടെ ഈ മോൾഡിംഗ് പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഈ മോൾഡിംഗ് പ്രോസസ് നമ്മൾ ചെയ്യുമ്പോഴും അവിടെ ഒരു ഗേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മോൾഡ് ക്യാവിറ്റിയിലേക്ക് വഴിതെളിക്കുന്ന ഒരു ഗേറ്റ് ആണ്, ഒരു വഴിയാണ്, ഒരു വേ ആണ് ഈ ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഡിഫറെന്റ് പാർട്സ്
ഉപയോഗിക്കുന്നുണ്ട്. ഗേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒരു സ്ക്രൂ പിൻ ആണ്, പിന്നെ ഒരു റൈസർ ആണ്. റൈസറിന് ശേഷം ഒരു ചെറിയ ഒരു സ്പേസ് ഉണ്ടാവും. അതിനുശേഷം മോൾഡ് ക്യാവിറ്റിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് വന്ന് പതിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് അതിന് പറയാനുള്ളത്. ഇത് നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിനടുത്തത് സോൾഡിഫൈങ് ദ മോൾട്ടൺ മെറ്റൽ. മോൾട്ടൺ മെറ്റൽ, ചൂടായിട്ടുള്ള ആ മെറ്റലിനെ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലുള്ള മെറ്റലിനെ നമ്മൾ സോൾഡിഫൈ ചെയ്യുന്നു. അതിനർത്ഥം അതിനെ തണുക്കാൻ വെക്കുക. പല രീതിയിൽ തണുക്കാൻ വെക്കും. ഇത് സാൻഡ് മോൾഡ് ആണ്, അപ്പം അത് ചിലപ്പം 1 ദിവസമോ 2 ദിവസമോ ഒക്കെ എടുക്കും. അതിനുശേഷം ആഫ്റ്റർ സോൾഡിഫിക്കേഷൻ റിമൂവിങ് ദ കാസ്റ്റ് പാർട്ട് ഫ്രം ദ മോൾഡ്. ആ കാസ്റ്റ് പാർട്ട് മോൾഡിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യണം. ഒന്നെങ്കിൽ മോൾഡ് നശിപ്പിച്ചിട്ട് വേണം ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇജക്റ്റിംഗ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ വെളിയിലേക്ക് എടുക്കാൻ പറ്റും. ഇതാണ് വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കാസ്റ്റിംഗ് എ പാർട്ട് എന്നാണ് പറയുന്നത്. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്രൊഡ്യൂസിങ് എ കാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഇത് വേരിയസ് ആപ്ലിക്കേഷൻസ് ആണ്. ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല ഗിയർ ബോക്സിന്റെയും ഷേപ്പുകൾ നമുക്ക് കാസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇത് ബ്രേക്കിംഗ് എലമെന്റ്സ് ആണ്. ഇതിന്റെ ഈ പുറംചട്ടയെല്ലാം കാസ്റ്റ് ചെയ്തതാണ്. സോ ഇത് നമുക്ക് വേണ്ട രീതിയിലുള്ള കാസ്റ്റ് ഇതാക്കി ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് എവിടെയൊക്കെയാന്ന് നോക്കാം. ഗിയർ ബോക്സ് കാസ്റ്റിംഗ്, ജനറേറ്റർ ഹൗസിംഗ്, കംപ്രസർ കാസ്റ്റിംഗ്, പുള്ളി brackets, door handle boxes, clips, valves, bodies of hydraulic control systems, compressor blades, turbine discs, etc. അതായത് ഈ കാസ്റ്റിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് ആണെങ്കിലും നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ആ രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള എന്താണ് ഒരു മോൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. മോൾഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാറ്റേൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ പറയുന്നുണ്ട്. ഹൗ ടു പ്രിപ്പയർ എ മോൾഡ് എന്നുള്ളത് അടുത്തതായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പം ഇതിന്റെ എല്ലാം ഓരോ ഫോട്ടോസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ദെൻ സാൻഡ് കാസ്റ്റിംഗ്. സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് തന്നെയാണ്. ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന മോൾഡ് പ്രിപ്പയർ ചെയ്യുന്നത് സാൻഡ് ഉപയോഗിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സാൻഡ് കാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. പല രീതിയിലുള്ള മോൾഡുകളുണ്ട്. പെർമനന്റ് മോൾഡുകളുണ്ട്, ടെമ്പററി മോൾഡുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. പഴയ നിങ്ങളുടെ മെക്കാനിക്കൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു നോട്ട്സിന്റെ ഇതാണ്, ഒരു PPT ആണ്. ഞാൻ അത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു കൂടുതലായിട്ടുള്ള ഐഡിയ കിട്ടും. ഓക്കെ, സാൻഡ് കാസ്റ്റിങ്ങിനെ പറ്റി നമുക്ക് കുറച്ച് കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് പഠിക്കാം. നിങ്ങളുടെ അതിനെക്കാട്ടിലും വൃത്തിയായിട്ടുള്ള കാര്യം ഇവിടെ സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയാനുള്ള കാരണം മോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സാൻഡ് കൊണ്ടാണ് നമ്മൾ മോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന മോൾഡിൽ നിന്ന് മോൾഡിങ്, മോൾഡ് എന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പോഴത്തെ സാൻഡ് കൊടുത്തിട്ടുണ്ട്. സോ സാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ മോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സാൻഡ് കാസ്റ്റിംഗ് എന്ന് വിളിക്കാനുള്ള കാരണം. ദെൻ മോൾഡ് ക്രിയേറ്റ് ചെയ്ത ശേഷം മെൽറ്റിംഗ് ഓഫ് മെറ്റൽ ടു ദ മോൾട്ടൺ സ്റ്റേറ്റ്. അതിനുശേഷമുള്ള മോൾഡ് ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ് pouring into the mold, then casting, heat treatment, cleaning and finishing, inspection. ഇതാണ് ഒരു സാൻഡ് കാസ്റ്റിങ്ങിലുള്ള വേരിയസ് പ്രോസസ്. ഒരു ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, then which are the various steps involved? First one, a mechanical drawing of the component is obtained from the customer. നമുക്ക് ഏതെങ്കിലും ഒരു കസ്റ്റമർ ഉണ്ടായിരിക്കും. ആ കസ്റ്റമർ ആയിരിക്കും നമുക്ക് വേണ്ട ഒരു പാർട്ട്. ഇവര് ഏത് പാർട്ടാണോ നമുക്ക് വേണ്ടത് ആ പാർട്ടിന്റെ ഒരു സ്കെച്ച് ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, ഡിസൈൻ ദ സ്യൂട്ടബിൾ പാറ്റേൺസ് വിത്ത് ഓൾ അലവൻസസ്. ഈ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ മോൾഡ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കേണ്ട പാർട്ട് ഏതാണോ അതിന്റെ എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, പാറ്റേൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിപ്ലീഷ്യ ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് വേണേൽ പറയാം. റിപ്ലിക്ക ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് വേണേൽ പറയാം.
എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ആയിരിക്കും അത്. ആ ഷേപ്പിൽ നമ്മളൊരു എന്താ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു വിത്ത് ഓൾ അലവൻസസ്. നമ്മൾ ഈ മോൾഡ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഈ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പോൾ അവിടെ ഷ്രിങ്കേജ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഡയമെൻഷനിൽ കുറവുണ്ടാവാം. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് അലവൻസസ് കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് ഡ്രാഫ്റ്റ് അലവൻസ്, ഷ്രിങ്കേജ് അലവൻസ്, അങ്ങനെ കുറെ അലവൻസസ് ഉണ്ട്. അങ്ങനെ എല്ലാ അലവൻസും കൂടെ കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പാറ്റേൺ മേഡ് ചെയ്യുക. ദെൻ കോർ ബോക്സസ് ആർ ഡിസൈൻഡ് ആൻഡ് ഫാബ്രിക്കേറ്റഡ്. അതായത് കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ ഉള്ളിൽ ഒരു ഹോള് വേണമെന്ന് വിചാരിക്കുക. ആ ഹോള് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഇതിനകത്തൊരു ഹോൾ എനിക്ക് വേണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഹോളിന്റെ ഷേപ്പിൽ നമ്മൾ സാൻഡ് കൊണ്ട് ഉണ്ടാക്കുന്ന മറ്റൊരു സംഭവമാണ് ഈ കോർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോർ ബോക്സ് ഡിസൈൻ ടു പ്രിപ്പയർ ദ കോർസ്. അങ്ങനെ കോർ ഉണ്ടാക്കുക. ദ കോപ്പ് ഹാഫ് ഓഫ്, നമുക്ക് മോൾഡിംഗ് ബോക്സിന് രണ്ട് പാർട്ടുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ മോൾഡിംഗ് ബോക്സിന് രണ്ട് പാർട്ടുകൾ ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതാണ് മോൾഡിംഗ് ബോക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ടോപ്പ് മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന പേരാണ് കോപ്പ്. ദെൻ താഴത്തെ ബോട്ടം മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന പേരാണ് ഡ്രാഗ്. ഓക്കെ, സോ ഈ ഡ്രാഗിന് ഇവിടെ കുറെ പിന്നുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പിന്നുകൾ വെച്ചാണ് നമ്മൾ അതിനെ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഴയ ഇതിലേക്ക് തിരിച്ചു വരാം. ദ കോപ്പ് ഹാഫ് ഓഫ് ദ പാറ്റേൺ ഈസ് secured to the flask. Rod shape is inserted for forming the screw and the risers are attached. Okay, ഈ സ്റ്റെപ്പ് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ അവിടെ എന്താണ് ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യുക. ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുക. മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത ശേഷം എന്ത് ചെയ്യണം, അടുത്തായിട്ട് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഹീറ്റ് അതിനെ സോൾഡിഫൈ ചെയ്യാൻ അലോ ചെയ്യുക. ദെൻ ആ സോൾഡിഫിക്കേഷന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ നേരെ അതിനെ ഹീറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഹീറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്ത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അതിനെ നമുക്കൊരു പിക്ചോറിക് റെപ്രസെന്റേഷൻ, ഇതൊരു മെക്കാനിക്കൽ ഡ്രോയിങ് പാർട്ടാണ്. അതിനുവേണ്ടി ആദ്യമേ സെക്കൻഡ് സ്റ്റെപ്പാണ് ഈ കാണിച്ചേക്കുന്നത്. കോർ പാറ്റേൺ പ്ലേറ്റിൽ വെച്ച് നമ്മൾ കോർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള ഈ ക്യാവിറ്റിയാണ്. അപ്പം ഈ കോർ പ്രിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറുകളെ ഒരു മോൾഡിംഗ് ബോക്സുകളിൽ ഉറപ്പിച്ചു വെക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ്.